എനിക്ക് എന്നെ എങ്ങനെ കരുതി എന്നെ എങ്ങനെ കണ്ടു മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ അപ്പുറം എനിക്കുണ്ടായിരുന്നു വോയിസുകൾ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഞാൻ ടി വിയിലെ വോയിസ് ഓവർ തന്നെ കേൾക്കുമ്പോൾ ചില പരസ്യങ്ങളിലൊക്കെ വോയിസ് പറയുമ്പോൾ നമ്മൾ കണ്ടില്ലാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് ഈ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത് കരുതാറുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ അവതാരകർ കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് കാണാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ലത്. എപ്പോഴും വെക്കുന്നത് റേഡിയോയ്ക്ക് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പേഴ്സണലി ചിലപ്പോൾ ഇപ്പം നമുക്കൊക്കെ നമ്മളെ കാണിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മളെ ഒന്ന് പ്രകടിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പക്ഷേ റേഡിയോ സംബന്ധിച്ചുള്ള ഒരു കമേഴ്ഷ്യൽ റേഡിയോസ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് റേഡിയോയ്ക്ക് എപ്പോഴും അവരെ കാണാൻ തന്നെയാണ് നല്ലത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഗൾഫിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 25 വർഷമായിട്ട് റേഡിയോ ഉണ്ട് എങ്കിൽ അതിലെ പല പഴയ റേഡിയോകളിലും ഈവൻ ഒരു കോൺടാക്ട് നമ്പർ പോലും പുറത്ത് കൊടുക്കാത്ത കണ്ടീഷൻ തന്നെയാണ് കുറേ വർഷങ്ങളോളം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അടുത്ത കാലത്താണ് ഒന്നിലധികം ഷാബു പറഞ്ഞ പോലെ നമ്പർ ഓഫ് റേഡിയോസ് കൂടിയ സമയത്ത് ആണ് പലരും പുറത്തേക്ക് ഇറങ്ങി വന്ന് കാണാനും കേൾക്കാനും ഒക്കെ തുടങ്ങി. അല്ലെങ്കിൽ ടി വിയിൽ ഫേസ്ബുക്കും വന്നതോടുകൂടി റേഡിയോന്റെ ആസ്പെക്ട് തന്നെ വേറെ രീതിയിലേക്ക് മാറി. വീഡിയോയുടെ അടുത്ത് ചോദിക്കാൻ, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് റേഡിയോയിലൂടെ, അതായത് ഒരു റേഡിയോ ലിസണർ വേറൊരു റേഡിയോ ലിസണറെ പരിചയപ്പെടുന്ന ഘട്ടങ്ങളുണ്ടാവും. തീർച്ചയായും ഉണ്ട്. ഈ പേരുകൾ പറഞ്ഞിട്ട് അവർ പരിചയപ്പെട്ടിട്ട്, കാരണം ഞങ്ങളുടെ കേസിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ റേഡിയോ തന്നെ കേൾക്കുന്ന ഒരു വ്യക്തി, ഇവിടെയുള്ള കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരും അവർക്ക് ബാക്ക് ഹോം കേരളയിലുള്ള പല ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. അപ്പം പലപ്പോഴും ഫേസ്ബുക്കിൽ എനിക്കൊരു മെസ്സേജ് വരുമ്പോൾ കമൻറ്റ് വരുമ്പോൾ ഞാൻ ചിന്തിക്കാറില്ല ഇത് എവിടെ നിന്നാണ്. ഞാൻ കുറേ കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെയുള്ള ഒരു സ്ത്രീയാണെന്നാണ്. പിന്നീട് മനസ്സിലായത് പുള്ളിക്കാരി കണ്ണൂരിൽ നിന്ന് അവിടെ നിന്ന് ഓൺലൈൻ കേട്ടിട്ടാണ് നമ്മളെ ഫേസ്ബുക്കിലൂടെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാ റേഡിയോയ്ക്കും ഓൺലൈൻ ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അത്തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് എപ്പോഴും വരുന്നതാണല്ലോ. കാര്യം ഇന്റർനെറ്റ് കഫേ, നാട്ടിലൊരു ഇന്റർനെറ്റ് കഫേ, കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഇന്റർനെറ്റ് കഫേയിൽ റേഡിയോ വെച്ചിട്ടുണ്ട്. അവരതിലൂടെ നമ്മളുടെ ശബ്ദം കേൾക്കുന്നു. അവർക്കെല്ലാം നമ്മൾ സുപരിചിതരാണ്. അവർ മെസ്സേജുകൾ അയക്കാറുണ്ട്, ഷാലു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്നിട്ട് അവർ പറയും, പലപ്പോഴും ഞങ്ങൾ കണ്ടില്ല, അപ്പോഴും ഞങ്ങൾ പറയും ഇന്ന സ്ഥലത്തേക്ക് പോകും, ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോകും, നിങ്ങൾക്ക് ഞങ്ങളെ കാണാം. ഷാബുന് റേഡിയോ നൽകിയ ഒരു സ്പെഷ്യൽ പോയിന്റ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. യഥാർത്ഥ പാവക്കളിക്കാർ ആ ഒരു പുസ്തകം വന്നത് തന്നെ റേഡിയോയിലൂടെയല്ലേ വന്നത്. ശരിക്കും റേഡിയോ അങ്ങനെ ലൈഫിനെ മാറ്റിയിട്ടുണ്ട്. അല്ല, ഉറപ്പായിട്ടും. ഇതിപ്പോൾ പ്രത്യേകിച്ചും 9 വർഷമായി റേഡിയോ ജീവിതം. ആ റേഡിയോയിൽ ഒരു ഫോർമാറ്റ് തന്നെ, പ്രത്യേകിച്ച് ന്യൂസിൻ്റെ കാര്യത്തിൽ ഒരു ഫോർമാറ്റ് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന്, FM റേഡിയോ സ്റ്റേഷന് വളരെ പരിമിതമാണ് ന്യൂസിൻ്റെ സാഹചര്യം. കൂടുതലും എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് FM റേഡിയോ സ്റ്റേഷൻ. അത് കാരണം ഇന്നത്തെ ലോകം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ പേസിനൊപ്പം റേഡിയോയും കൂടെ ഉണ്ട്. കാരണം എല്ലാവർക്കും പഴയതുപോലെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. എല്ലാവരും തിരക്കേറിയ ജീവിതമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാബ്ലോയിഡ് പോലെ ന്യൂസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ റേഡിയോയിലൂടെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും കൃത്യമായി അറിയുന്നുണ്ട് വിവരങ്ങളെ. അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുക എന്നുള്ളതുള്ളൂ. ന്യൂസ് കാഴ്ചപ്പാടിലല്ല, ന്യൂസിൻ്റെതായിട്ടുള്ള ഒരു ഫോർമാറ്റ് അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് 9 വർഷമായിട്ട് ഞാൻ റേഡിയോയിൽ ഒരു എഡിറ്റോറിയൽ, റേഡിയോയുടെ ഒരു എഡിറ്റോറിയൽ എന്ന മട്ടിൽ ഒരു 2-3 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് നീളുന്ന ഒരു സ്പെഷ്യൽ ന്യൂസ് എന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. മോശമില്ലാത്ത വിധം റെസ്പോൺസും ഉണ്ട്. അത് രാഷ്ട്രീയ, സാമൂഹിക ഏത് വിഷയമായിരുന്നാലും അതിൽ എൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ വാർത്ത അവതരിപ്പിക്കുന്ന ആളിൻ്റെ കാഴ്ചപ്പാട്. അതിന് റേഡിയോയുടെ ഒരു ഗുണം അല്ലെങ്കിൽ ദോഷമെന്ന് പറയുന്നത് നമുക്ക് ഹിയറിംഗ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അതെ, അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ വാക്കുകൾക്ക് കഴിഞ്ഞു എന്നാണ്. ഉറപ്പായിട്ടും അത് വെറും വാക്കുകൾ കൊണ്ടല്ല. ഒന്ന്, നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സംഗതികൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്തയെ എങ്ങനെ അവതരിപ്പിക്കാം. അപ്പം ഒന്ന്, മലയാളിക്ക് ഒരിക്കലും മലയാളി മറക്കാത്തതാണ് പഴഞ്ചൊല്ല്. അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പ്രയോഗിച്ചിരിക്കും. 1-2 പഴഞ്ചൊല്ലുകളെ അറിയാമെങ്കിലും അത് മാറ്റിയും തിരിച്ചും അവൻ പ്രയോഗിച്ചിരിക്കും. അപ്പോൾ കഴിവതും ഈ പഴഞ്ചൊല്ലുകൾ ഒരു വാക്ക് കണ്ട് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് കൊണ്ട് ഒരു വലിയ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. 3 മിനിറ്റുള്ള ഒരു നിരീക്ഷണത്തെ തുടക്കത്തിലും ഒടുക്കത്തിലും ഓരോ പഴഞ്ചൊല്ലിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ പഞ്ചായി. വേറൊന്നും പറയേണ്ടതില്ല. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കണ്ടന്റ് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ അതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കി കൊടുക്കണം ഒരു പഴഞ്ചൊല്ല് മതി. ഇങ്ങനെ കഴിഞ്ഞ 9 വർഷമായിട്ട് പഴഞ്ചൊല്ലുകൾ 9 വർഷമായിട്ട് ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ ബുദ്ധിമുട്ട് തന്നെ. ഒരു പഴക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് അവസാനം പലരും വിചാരിച്ചു ഏതോ
ഒരു പഴയ ഒരാളിരുന്ന് അങ്ങനെ ഒരു തോന്നലുണ്ട് ആ ഒരു തോന്നൽ നമുക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകുമ്പോൾ ഓർക്കുക, ഇതാണ് ഷാബു. എന്തായാലും അത്ര പദവിയുള്ള ഒരു വ്യക്തിയല്ല. ചെറിയൊരു ഇടവേള. വിൽ ബി ബാക്ക് വിത്ത് യു ഓൺ എ ഷോർട്ട് വൈൽ. സാൻഫോർഡ് ടീ ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. വെൽക്കം ബാക്ക് ടു സാൻഫോർഡ് ടീ ടോക്ക്. എന്തായാലും പഴമയുടെ കാര്യം പറഞ്ഞു വരുന്നത് ഷാബുവിന് അത്ര പഴമയൊന്നുമില്ല. എന്തായാലും 9 വർഷം എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് മുൻപോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരജി ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ 9 വർഷത്തിന് മുമ്പേ കണ്ട ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ട് ചോദിക്കാണ്. പഴമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഷാബു അല്ലെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചോളൂ. അതെ, കാര്യം പറഞ്ഞു. അല്ല, ആ ഒരു റേഡിയോ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. ആ സമയത്ത് സാഹിത്യം മാത്രം, അതായത് മലയാള ഭാഷയെ അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹിത്യ ഭാഷയുടെ ഉപയോഗം. ഇപ്പോൾ വീഡിയോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും എന്ത് മിക്സ് ചെയ്താലും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മൾ മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗൾഫിൽ മാത്രമാണല്ലോ റേഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ അധികം മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഗൾഫിലാണ് ഏറ്റവും പ്രചാരത്തിലുള്ളതെന്ന് തന്നെ പറയാം. ആകാശവാണി കണ്ടുകൊണ്ട് ചെയ്തതാണ് മറ്റ് റേഡിയോസ്. ദൂരദർശനിൽ നിന്നുണ്ടാവുന്നതാണ് മറ്റ് ടെലിവിഷൻ ചാനലുകൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം എന്തായാലും ഉണ്ടാവും. പിന്നീട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് ചെയ്യാം എന്ന് പറയുന്നത്, ഇപ്പോൾ ടീ ടോക്കിൽ ജ്യൂസ് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറയുന്ന വെറൈറ്റി പോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാമെന്ന് വരുന്നിടത്താണ് ഈ ഭാഷ വരുന്നത്. അല്ലാതെ ഒരിക്കലും ഈ ഭാഷ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചേർത്ത് പറയുന്ന മലയാളം നിർബന്ധമായതുകൊണ്ട് ചെയ്തതല്ല. നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പം എത്ര മലയാളത്തെ സ്നേഹിക്കുന്ന ആളായാലും മലയാള അധ്യാപകനായാലും പ്രൊഫസറായാലും ഒക്കെ നമ്മൾ മലയാളത്തിൻ്റെ കൂടെ ഇംഗ്ലീഷ് വാക്കുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതൊരു ഭാഷയാണ് മലയാളം. ഹിന്ദിയെയും തമിഴിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കും അല്ലേ. അല്ല, അതിന് ഷാലു എന്തായാലും അതിന് എതിര് പറയുന്നത് തീർച്ചയാണ്. കാരണം മലയാളത്തിലെ ഏത് വാക്കിനും ഷാലു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എന്നാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പറയാൻ എന്താണ് നല്ലത്, നമ്മൾ എങ്ങനെ പറയുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു, അവിടെ അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇംഗ്ലീഷ് വാക്ക് വന്നു എന്നുള്ളത് കൊണ്ട് അതൊരു തെറ്റല്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുകയും ചെയ്യാം.